എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. ശമ്പളം ലഭിക്കുന്നത് 7,990 മുതൽ 12,930 വരെയാണ്. വേക്കൻസി 1 ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. കാറ്റഗറി നമ്പർ 433/2024 വരുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് മാനേജർ ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കാൻഡിഡേറ്റ്സ് 2/1/1988 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉള്ളവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ ഔദ്യോഗിക സൈറ്റായ kerala.psc.gov.in വഴിയാണ്. നിങ്ങൾ കേരള PSC വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി 1 2025 ജനുവരി 1. താല്പര്യമുള്ളവർക്ക് അതിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് മാനേജറാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. വേക്കൻസി 1 അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയാണ്. കാറ്റഗറി നമ്പർ 433/2024 താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.